നമ്മളിൽ ഭൂരിഭാഗവും കേട്ടു വളർന്ന രാമായണത്തിൽ രാമനാണ് രാവണനെ വധിക്കുന്നത്, അല്ലെ? എന്നാൽ രാവണനെ ലക്ഷ്മണൻ വധിക്കുന്ന മറ്റൊരു രാമായണമുണ്ട്. അതുമാത്രമല്ല, രാവണൻ നായകനായ പരമസാത്വികനായ മറ്റൊരു രാമായണവുമുണ്ട്. ഇതിൽ സീതയെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു രംഗമേ ഇല്ല. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാം, എന്നാൽ സത്യം ഇതാണ്. രാമായണം എന്നാൽ നമ്മൾ വായിച്ചതോ കേട്ടതോ ആയ ഒരൊറ്റ കഥ മാത്രമല്ല. ഭാരതത്തിന്റെ അതിരുകൾ കടന്ന് അറബിക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും താണ്ടി ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് പടർന്ന് പന്തലിച്ച നൂറുകണക്കിന് രാമായണങ്ങൾ ഇന്ന് നിലവിലുണ്ട്. ഭാഷകൾ മാറിയപ്പോൾ, സംസ്കാരങ്ങൾ മാറിയപ്പോൾ, കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും വരെ അവിടുത്തെ ജനങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ അത്ഭുതകരമായി പുനർജനിക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രാമായണം എന്ന ആഗോള പ്രതിഭാസത്തെ കുറിച്ചാണ്. നാനാത്വത്തിൽ ഏകത്വം പുലർത്തുന്ന മറ്റു പാരമ്പര്യങ്ങളിലെയും വിദേശ രാജ്യങ്ങളിലെയും ഏറ്റവും രസകരവും വിസ്മയിപ്പിക്കുന്നതുമായ 10 രാമായണങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നിങ്ങളുടെ രാമായണ സങ്കല്പങ്ങളെ തന്നെ തിരുത്തി കുറിക്കുന്ന ആ വിസ്മയകരമായ കഥകളിലേക്ക് നമുക്ക് കടക്കാം. രാമായണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് വാൽമീകി മഹർഷി എഴുതിയ സംസ്കൃത കാവ്യമാണ്. എന്നാൽ നമുക്ക് മറ്റൊരു രാമായണം പരിചയപ്പെടാം. ജൈന പാരമ്പര്യത്തിലെ രാമായണമായ പൗമചര്യ അഥവാ ജൈന രാമായണമാണത്. BC 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിമലസുരി എന്ന ജൈന മുനി പ്രാകൃത ഭാഷയിലാണ് ഈ കാവ്യം രചിച്ചത്. പത്മന്റെ ജീവിതം എന്നാണ് പൗമചര്യ എന്ന പേരിന്റെ അർത്ഥം. ജൈനമത പാരമ്പര്യത്തിൽ രാമനെ പത്മൻ എന്നാണ് വിളിക്കുന്നത്. ഈ രാമായണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ ആദ്യാവസാനം മുഴച്ചു നിൽക്കുന്ന അഹിംസാ സിദ്ധാന്തമാണ്. വാൽമീകി രാമായണത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ കഥാഗതിയാണ് ഇതിലുള്ളത്. അഹിംസയ്ക്ക് പരമമായ പ്രാധാന്യം നൽകുന്നത് കൊണ്ട് തന്നെ രാമൻ ഇതിൽ രാവണനെ കൊല്ലുന്നില്ല. രാമന്റെ മേൽ ഹിംസയുടെ കറ വീഴാതിരിക്കാൻ രാവണനെ വധിക്കുന്നത് ലക്ഷ്മണനാണ്. അതുപോലെ പൊന്മാനിനെ കൊല്ലുന്ന രംഗവും ഇതിലില്ല. ഇതിലെ രാവണൻ തികച്ചും സുന്ദരനും നീതിമാനും ജൈന മുനിമാരെയും അവരുടെ ആശ്രമങ്ങളായ ബസതികളെയും സംരക്ഷിക്കുന്നവനുമാണ്. ചെറുപ്പത്തിൽ അമ്മ നൽകിയ 9 രത്നങ്ങൾ കോർത്ത മാല അണിയുന്നത് കൊണ്ടാണ് രാവണന് 10 തലയുണ്ടെന്ന് തോന്നിക്കുന്നത്. വാനരന്മാർ എന്നത് മൃഗങ്ങളല്ല, മറിച്ച് കുരങ്ങന്റെ കൊടിയടയാളമുള്ള ഒരു വീരയോദ്ധാക്കളുടെ ഗോത്രമാണ്. കഥയുടെ ഒടുവിൽ രാമനും സീതയും ലൗകിക സുഖങ്ങൾ വെടിഞ്ഞ് ജൈന സന്യാസ മാർഗം സ്വീകരിച്ച് മോക്ഷം പ്രാപിക്കുന്നതോടെയാണ് ഈ കാവ്യം അവസാനിക്കുന്നത്. താൻ എഴുതിയതാണ് ശരിയായ രാമകഥ എന്ന് വിമലസുരി ഇതിൽ അവകാശപ്പെടുന്നുമുണ്ട്. ഇനി ബുദ്ധ ജാതകത്തിലേക്ക് വന്നാൽ ദശരഥ ജാതകം എന്ന പേരിൽ വേറൊരു രാമായണ കഥ കാണാം. ബുദ്ധന്റെ പൂർവ്വജന്മ കഥകളായ ജാതക കഥകളുടെ ഭാഗമായ ഈ പതിപ്പിൽ ദശരഥൻ ആദ്യം കാശിയിലെയും പിന്നീട് അയോധ്യയിലെയും രാജാവാണ്. രാമായണത്തിലെ ഏറ്റവും പ്രധാന കഥാസന്ദർഭമായ സീതാപഹരണമോ രാവണവധമോ ഈ ബൗദ്ധ ആഖ്യാനത്തിൽ ഇല്ല എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. തന്റെ സാമർത്ഥ്യക്കാരിയായ 3ാമത്തെ ഭാര്യ കല്യാണിയിൽ നിന്ന് മക്കളെ രക്ഷിക്കാനായി ദശരഥ രാജാവ് തന്നെ രാമനെയും സീതയെയും ലക്ഷ്മണനെയും ഹിമാലയത്തിലേക്ക് 12 വർഷത്തെ ഒളിവാസത്തിന് അയക്കുകയാണ് ചെയ്യുന്നത്. ഹിമാലയത്തിലെ വനവാസത്തിന് ശേഷം അവർ തിരികെ എത്തി രാജ്യം ഭരിക്കുന്നു. തികച്ചും ശാന്തവും സമാധാനപരവുമായ ഒരു അന്തരീക്ഷമാണ് ദശരഥ ജാതകത്തിൽ നിഴലിക്കുന്നത്. കേരളത്തിന്റെ സ്വന്തം വാമൊഴി പാരമ്പര്യത്തിൽ നിന്ന് രൂപപ്പെട്ട വളരെ കൗതുകകരമായ ഒന്നാണ് മാപ്പിള രാമായണം. മലബാറിലെ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ മാപ്പിളപ്പാട്ടിന്റെ ഈരടികളിലൂടെ തലമുറകളായി പ്രചരിച്ചു വന്ന ഈ രാമായണം TH കുഞ്ഞിരാമൻ നമ്പ്യാരാണ് ലിഖിത രൂപത്തിൽ സമാഹരിച്ച് പ്രസിദ്ധീകരിച്ചത്. മാപ്പിള സംസ്കാരത്തിലെ തനത് പദാവലികളും ശൈലികളും ഇതിൽ സമൃദ്ധമായി ഉപയോഗിച്ചിരിക്കുന്നു. ദശരഥൻ രാമന്റെ ബാപ്പയാകുന്നതും രാമൻ സീത എന്ന കുഞ്ഞുകുട്ടി തങ്കമോളെ നിക്കാഹ് കഴിക്കുന്നതും ഇളയമ്മയായ കൈകേയിയുടെ വാക്കുകേട്ട് രാമൻ 14 കൊല്ലം കാട്ടിലേക്ക് പോകുന്നതുമെല്ലാം സുന്ദരമായ ശീലുകളിൽ ഇതിൽ പാടുന്നു. തങ്കമോൾ, നിക്കാഹ്, ഹലാക്ക്, ഖൽബ്, മൊഞ്ച്, സുയിപ്പ് തുടങ്ങിയ നാടൻ വാക്കുകൾ കോർത്തിണക്കിയ ഈ രാമകഥ ആഖ്യാനം നമ്മുടെ മതസൗഹാർദ്ദ പാരമ്പര്യത്തിന്റെ ജീവസുറ്റ മാതൃകയാണ്. ഇന്ത്യൻ അതിർത്തികൾ കടന്ന് തെക്കുകിഴക്കൻ ഏഷ്യയിലേക്ക് യാത്ര തിരിക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് തായ്ലൻഡിന്റെ ദേശീയ ഇതിഹാസമായ രാമകീൻ ആണ്. തായ് സാഹിത്യത്തിലും സംസ്കാരത്തിലും കലയിലും നാടകങ്ങളിലുമെല്ലാം ആഴത്തിൽ സ്വാധീനം ചെലുത്തിയ രാമകീനിൽ സീതയുടെ ജനനത്തെക്കുറിച്ച് വളരെ രസകരമായ ഒരു കഥയാണുള്ളത്. ദശരഥൻ നടത്തിയ പുത്രകാമേഷ്ടി യാഗത്തിലെ ദിവ്യ പായസത്തിന്റെ മണം ലങ്കയിലിരിക്കുന്ന മണ്ഡോദരിയുടെ അടുത്ത് വരെ എത്തുന്നു. ആ പായസം തട്ടിയെടുക്കാൻ കാക്കയുടെ വേഷത്തിൽ വന്ന ഒരു പെൺഭൂതം കൊണ്ടുകൊടുത്ത ഭക്ഷണം കഴിച്ചാണ് മണ്ഡോദരി ഗർഭിണിയാകുന്നതും സീത ജനിക്കുന്നതും. പിന്നീട് ആ കുഞ്ഞ് ലങ്കയ്ക്ക് ആപത്താണെന്ന് കണ്ട് കടലിൽ ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത്. തായ് രാമായണത്തിൽ പ്രധാന വീരനായകനായി വാഴ്ത്തപ്പെടുന്നത്
ഹനുമാനാണെന്ന വലിയൊരു പ്രത്യേകതയുമുണ്ട്. മലേഷ്യയിലെ മലയ് ഭാഷ്യമായ ഹൈക്കായത് സെരി രാമ ആണ് പട്ടികയിലെ 5ാമത്തെ രാമായണം. ഈ കൃതിയിൽ രാമനേക്കാൾ പ്രാധാന്യവും വീര്യവും നൽകിയിരിക്കുന്നത് ലക്ഷ്മണനാണ്. പല നിർണായക സന്ദർഭങ്ങളിലും ലക്ഷ്മണന്റെ ധീരതയെയും സാമർത്ഥ്യത്തെയുമാണ് മലയ് സാഹിത്യം വാനോളം പുകഴ്ത്തുന്നത്. ഒരു അനുജൻ എന്നതിലുപരി കഥയെ പൂർണ്ണമായി മുന്നോട്ട് നയിക്കുന്ന പ്രധാന ശക്തിയായി ലക്ഷ്മണൻ ഇവിടെ മാറുന്നു. ലക്ഷ്മണന്റെ വ്യക്തിത്വത്തിന് മലേഷ്യൻ സാഹിത്യത്തിൽ വലിയൊരു സ്ഥാനമാണുള്ളത്. 6ാമതായി മ്യാൻമറിന്റെ ഔദ്യോഗിക ദേശീയ ഇതിഹാസമായി അറിയപ്പെടുന്ന യാമ സദ്ദ അഥവാ ബർമീസ് രാമായണമാണ്. കഥാസന്ദർഭങ്ങളും കഥാപാത്രങ്ങളുടെ സ്വഭാവങ്ങളും വാൽമീകി രാമായണത്തിന് ഏതാണ്ട് സമാനമാണെങ്കിലും കഥാപാത്രങ്ങളുടെ പേരുകൾ സംസ്കൃത നാമങ്ങളുടെ ബർമീസ് ഉച്ചാരണ രീതിയിലേക്ക് പൂർണ്ണമായും മാറ്റിയിരിക്കുന്നു. രാമൻ ഇവിടെ യാമ ആകുന്നു. മ്യാൻമറിലെ പരമ്പരാഗത നൃത്തരൂപങ്ങളിലും കളിമൺ പാവക്കൂത്തിലും നിഴൽക്കൂത്തിലും യാമ സദ്ഡ ഇന്നും ജീവസുറ്റ രീതിയിൽ ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കപ്പെടുന്നു. ഇന്തോനേഷ്യയിലെ ബാലിയിലും ജാവയിലും പ്രചാരത്തിലുള്ള രാമായണ കകവിനാണ് അടുത്തത്. കവി ശൈലിയിൽ 9ാം നൂറ്റാണ്ടിൽ പഴയ ജാവനീസ് ഭാഷയിൽ രചിക്കപ്പെട്ട ഈ കാവ്യം ഇന്തോനേഷ്യയിലെ ഇസ്ലാമിക അന്തരീക്ഷത്തിലും അവരുടെ വലിയൊരു സാംസ്കാരിക ചിഹ്നമായി നിലനിൽക്കുന്നു. രാമന്റെ ധർമ്മനിഷ്ഠയ്ക്കും ഭരണനീതിക്കുമാണ് ഈ പതിപ്പിൽ കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്നത്. ഇന്തോനേഷ്യൻ പ്രൊഫഷണൽ നർത്തകർ ഇപ്പോഴും അവരുടെ ചരിത്രപ്രസിദ്ധമായ പ്രംബാനൻ ക്ഷേത്രമുറ്റത്ത് ഈ രാമായണം നൃത്തരൂപത്തിൽ ആയിരക്കണക്കിന് കാണികൾക്ക് മുന്നിൽ അവതരിപ്പിക്കാറുണ്ട്. 8ാമതായി നമ്മൾ പരിചയപ്പെടുന്നത് കംബോഡിയയിലെ ദേശീയ ഇതിഹാസമായ റയാംകേർ ആണ്. കംബോഡിയൻ രാജകൊട്ടാരങ്ങളിലെ ചുമർ ചിത്രങ്ങളിലും നിഴൽ നാടകങ്ങളിലും റയാംകേറിലെ കഥകൾ വ്യാപകമായി കാണാം. ബുദ്ധമത തത്വചിന്തകളുമായി കൂട്ടിച്ചേർത്താണ് കംബോഡിയക്കാർ രാമകഥയെ മാറ്റി എഴുതിയിരിക്കുന്നത്. നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടത്തിനപ്പുറം മനുഷ്യന്റെ വികാര വിചാരങ്ങൾക്കും വിധി വൈപരീത്യങ്ങൾക്കും കർമ്മഫലങ്ങൾക്കും ഈ കാവ്യത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. 9ാമതായി വരുന്നത് ഫിലിപ്പീൻസിലെ മലിൻഡാങ് പ്രദേശത്ത് പ്രചാരത്തിലുള്ള മഹാരാതീയ ലവാന എന്ന രാമായണ പതിപ്പാണ്. മഹാരാതീയ ലവാന എന്നാൽ രാവണൻ എന്നാണ് അർത്ഥം. ഇവിടെ രാവണ കേന്ദ്രീകൃതമായ ഒരു കഥാ സരിത്സാഗരമാണ് നമ്മൾ കാണുന്നത്. മാരാനവ് ഭാഷയിലുള്ള ഈ നാടോടി കഥയിൽ രാമനും ലക്ഷ്മണനും രാവണനുമെല്ലാം തദ്ദേശീയരായ രാജകുമാരന്മാരായി പുനരവതരിക്കുന്നു. ഇസ്ലാമിക സംസ്കാരത്തിന്റെ സ്വാധീനമുള്ള മേഖലയാണെങ്കിലും ഈ പുരാതന രാമകഥ അവർ ഇന്നും തങ്ങളുടെ പരമ്പരാഗത നാടോടി നൃത്തരൂപങ്ങളിലൂടെ കാത്തു സൂക്ഷിക്കുന്നു. 10ാമതായി ടിബറ്റൻ പാരമ്പര്യത്തിൽപ്പെട്ട ദുൻഹാങ് രാമായണം അഥവാ ടിബറ്റൻ രാമായണം എടുക്കാം. 8ാം നൂറ്റാണ്ടിന്റെ പഴയ പുസ്തക ചുരുളുകളിൽ നിന്ന് കണ്ടെടുത്ത ഈ പതിപ്പിൽ രാമനും രാവണനും തമ്മിലുള്ള യുദ്ധത്തിന് പിന്നിൽ ടിബറ്റൻ നാടോടി കഥകളുടെ വലിയൊരു സ്വാധീനമുണ്ട്. രാവണന്റെ ശക്തി കേന്ദ്രമായ ലങ്കയെയും ഹിമാലയൻ നിരകളെയും തമ്മിൽ ബന്ധിപ്പിച്ച് ടിബറ്റൻ ബുദ്ധമത ചിന്തകൾ കൂടി കൂട്ടിച്ചേർത്താണ് ഈ രാമായണം രചിക്കപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ നോക്കുമ്പോൾ രാമായണം എന്നത് ഒരു പ്രത്യേക മതത്തിന്റെയോ പ്രദേശത്തിന്റെയോ മാത്രം സ്വത്തല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഉത്തരേന്ത്യയിലെയും ദക്ഷിണേന്ത്യയിലെയും ഭാഷാഭേദങ്ങൾക്കപ്പുറം ജൈന, ബൗദ്ധ, ഇസ്ലാമിക, ഏഷ്യൻ സംസ്കാരങ്ങളിലുടനീളം അത് വേരൂന്നിയിട്ടുണ്ട്. ഓരോ നാടും തങ്ങളുടെ സംസ്കാരത്തിനും മൂല്യങ്ങൾക്കും ഭൂപ്രകൃതിക്കും അനുസരിച്ച് രാമകഥയെ പുതിയ രൂപത്തിൽ ആവിഷ്കരിക്കുകയായിരുന്നു. ഭാരതീയ സംസ്കൃതിയുടെ മഹാമനസ്കതയും വൈവിധ്യവുമാണ് ഇത്തരം നൂറുകണക്കിന് രാമായണങ്ങളിലൂടെ ലോകത്തിന് മുന്നിൽ തുറക്കപ്പെടുന്നത്. ഒരൊറ്റ രാമായണ വായനയ്ക്കപ്പുറത്തേക്ക് മനസ്സ് തുറക്കുമ്പോൾ മാത്രമാണ് രാമായണം എന്ന മഹത്തായ സാഹിത്യ പ്രവാഹത്തിന്റെ ആഴവും പരപ്പും ജനാധിപത്യപരമായ വായനയും നമുക്ക് ശരിക്കും തിരിച്ചറിയാനാകുന്നത്. നിങ്ങൾക്ക് മറ്റേതെങ്കിലും രാമായണങ്ങളെ കുറിച്ച് പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ എന്തായാലും കമന്റായി രേഖപ്പെടുത്തൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.